നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ടീ മ്യൂസിയത്തിലാണല്ലോ. കണ്ടില്ലേ, നിരന്ന് കിടക്കുന്ന തേയില കൃഷി, അതിൻ്റെ ഭാഗത്താണ് ഞാനുള്ളത്. അപ്പോൾ വയനാട് വരുമ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഏരിയയിലൊക്കെ വരിക, ഈ ടീ മ്യൂസിയമൊക്കെ ഒന്ന് കാണുക. എന്താ സ്റ്റൈൽ, എന്താ സിഗ്നറി. വയനാടൊരു മുത്താണ് മക്കളെ. അപ്പോൾ മറക്കണ്ട, എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പിന്നെന്താണ് ഷെയർ, കമൻറ്റ്, ലൈക്ക് കൊടുക്കുക. ഓക്കെ, ബൈ ബൈ. ഹലോ, നമസ്കാരം. ഞാൻ ഷഹീർ സുൽത്താനാണ്. ഞാനിപ്പോൾ ഉള്ളത് വൈത്തിരി തടാകത്തിൽ ബോട്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ആ ഏരിയ കാണിച്ചോട്ട്. നല്ല അടിപൊളി, എന്താ പറയുക, നല്ല ഏരിയയാണ്. കുട്ടികളുമായിട്ടൊക്കെ വന്ന് സന്ദർശിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. പിന്നെ ഈ മൈസൂർ ഊട്ടിയൊക്കെ പോകണ്ടെന്നല്ല, പക്ഷെ നമ്മുടെ അടുത്തുള്ള ഏരിയയിൽ വയനാട് വൈത്തിരി നമ്മുടെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആ ഒരു രസം കിട്ടില്ല വേറെ എല്ലാ സ്ഥലത്ത് പോയാൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെയൊക്കെ വരിക, സന്ദർശിക്കുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ അമർത്തുക, എന്നതുപോലെ ഷെയർ, കമൻറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ ഏരിയ ഒന്ന് കാണിച്ചു കൊടുത്ത് മൊത്തം അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, നമസ്കാരം. ഞാൻ ഷഹീറാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാണാസുരം ഡാമിലാണുള്ളത്. നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടില്ലേ, എന്താ ഭംഗി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയായിട്ടൊക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കാര്യമായിട്ട് ചാർജൊന്നുമില്ല. 30 രൂപയുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടിങ് സർവീസ് ഉണ്ട്. അതിന് എക്സ്ട്രാ ഒരാൾക്ക് ഒരു ക്യാഷ് മേടിക്കാൻ 20 രൂപയാണ്. പക്ഷേ നല്ല നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഈ പരിസരത്തൊക്കെ ഉള്ള ആളുകൾ വരിക, കാണാൻ, സന്ദർശിക്കുക. നമ്മളെ നാട്ടിലെ കാഴ്ചകളാണ് കൂടുതൽ.